ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ഫുഡ് ഐറ്റം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും അത്യാവശ്യം അറിയുന്നൊരു ഐറ്റം ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ 2 മുട്ട പൊരിച്ചതാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മുട്ടയാണ് ചൂസ് ചെയ്തത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഗോൾഡൻ കളറിലാണ് ഈ ഒരു ഉണ്ണി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 മുട്ടയും നല്ലപോലെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒരു ഗോൾഡൻ ജ്യൂസ് പോലെ, ഒരു മാംഗോ ജ്യൂസ് പോലെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ മിക്സാക്കി ഒരു ജ്യൂസ് പരുവത്തിലാവുന്ന സമയത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് മെയിൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതെന്താണെന്ന് ലാസ്റ്റ് വരെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിനകത്തേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അതേപോലെ ചില്ലി ആട്ടോ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം. അത് തേങ്ങയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് അളവ് ചൂസ് ചെയ്യാം കേട്ടോ. ഞാനൊരു ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചൂസ് ചെയ്തത്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഹാഫും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വരിക. ഇത് എല്ലാവരും തന്നെ ഉണ്ടാക്കുന്ന സ്റ്റൈലാണോ എന്നറിയില്ല, പക്ഷേ ഇത് പണ്ട് എൻ്റെ ഗ്രാൻഡ് മദർ ഉണ്ടാക്കി തന്നൊരു സ്റ്റൈലാണ്. കുറച്ച് നല്ലപോലെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം. സോ ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് മുരിങ്ങയിലയാണ്. ഇത് വളരെ ഈസിയാണ്. ഇങ്ങനെ ജസ്റ്റ് പറിച്ചിടുക, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇത് സാധാരണ നോൺ സ്റ്റിക്കിൽ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ അതിലും നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ചട്ടിയിലൊക്കെ ഇട്ട് പൊരിക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ആവും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എല്ലായിടത്തും നല്ലപോലെ മുളകും ഉപ്പും എല്ലാം എടുത്തതിന് ശേഷം ഞാൻ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു. അത്യാവശ്യം നല്ലപോലെ ഓയിൽ ഒഴിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിൽ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചീനച്ചട്ടി തന്നെ യൂസ് ചെയ്യണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും ഇത് നമ്മൾ തിരിച്ചിടണം കേട്ടോ. പക്ഷേ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ ചീനച്ചട്ടി ആയതുകൊണ്ട്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചീനച്ചട്ടിയിൽ തന്നെ ചെയ്യണം. അപ്പം ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്കെങ്കിലും ഇത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. സോ നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.